ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറുപയറും മത്തനും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ചെറുപയർ കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതാണ് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം ചെറുപയർ വേവിച്ചെടുക്കണം. ചെറുപയർ ഇട്ടതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറുപയർ അരക്കപ്പ് എടുത്ത് കുതിർത്തെടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു കപ്പിൻ്റെയൊക്കെ അടുത്തുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് ഇതേപോലെ വലിയൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത്. അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഞാൻ ഓഫാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുതിർത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടും, കുക്കറും അല്ലേ, പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഇതൊരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കാം, നമ്മുടെ ചെറുപയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മത്തൻ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. നമ്മൾ ചെറുപയർ വേവിച്ച വെള്ളം പോരാ, കുറച്ച് ഒരു 1/2 ഗ്ലാസ് നേരത്തെ എടുത്തിട്ടുള്ള ഗ്ലാസ്സിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിലൂടെ വന്നാൽ മതി. മത്തൻ അധികം വേവ് ഉണ്ടാവില്ല. ഒരു വിസിൽ തന്നെ മത്തൻ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് മത്തനൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ മതി, ഇത്രയും മതിയാകും. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ചതച്ചതായാലും ചേർക്കാൻ മതി, ഒരു 3 എണ്ണം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം കൂടി ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ഉണ്ട ശർക്കര ഒന്ന് അരക്കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അരിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ഉണ്ട ശർക്കര എന്ന് പറയുന്നത് ഒരു 125 ഗ്രാം ഉണ്ടാവും കേട്ടോ. അത്രയും മതി. മധുരം കുറച്ചുകൂടെ അധികമാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 ഉണ്ടയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ശർക്കര കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസത്തിന് കുറച്ചൊരു തിക്ക് കിട്ടാനും ഒരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാനുമാണ് നമ്മൾ ഈ ഒരു അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നൂലപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് ഒഴിക്കുന്ന വഴിക്ക് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പായസം ചൂടായി കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അരിപ്പൊടി കട്ടയാകും. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് അരിപ്പൊടി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അപ്പോൾ അരിപ്പൊടിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനിയാണ് നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. പാല് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലല്ല എടുത്തിട്ടുള്ളത്, വിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്, ഇത്രയും മതിയാകും. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാല് വിൽമയുടെ പാലോ അല്ലെങ്കിൽ പശുമ്പാലോ ആണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായും തിളപ്പിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിന് പകരം നമുക്ക് തേങ്ങയുടെ പാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ തേങ്ങയുടെ പാലൊന്നും കയ്യിലില്ലാത്തവർക്ക്, ഇപ്പോൾ തേങ്ങയെ കിട്ടാനും തേങ്ങയുടെ പാലൊന്നും എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് കേട്ടോ. നമുക്ക് വിൽമപ്പാൽ കൊണ്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ഒരു ലേശം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ നെയ്യടക്കം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചെറുപയറും മത്തനും ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടമാകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും